ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ആതിര താര. അപ്പോൾ ഞാൻ ഇന്ന് കേംബ്രിഡ്ജ് ബട്ടർഫ്ലൈ കൺസർവേറ്ററിൽ പോയ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് കാണാനായിട്ടാണ് പോയത്. പക്ഷേ നമ്മൾ എൻട്രൻസിൽ, അതായത് കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ കുറേ ഗാലറീസിൽ, അതായത് ഈ ബട്ടർഫ്ലൈസിൻ്റെയും ഇൻസെക്ട്സിൻ്റെയൊക്കെ സ്പീഷീസ് പോലത്തെ സംഭവങ്ങൾ അവർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അവിടെ വച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ അതൊക്കെയാണ് കാണുന്നത്. അവിടെ തന്നെ ജീവനുള്ള ചെറിയ ചെറിയ ഇൻസെക്ട്സ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അട്ട പോലുള്ള സംഭവങ്ങളൊക്കെ അവർ നമ്മുടെ കയ്യിലൊക്കെ തരും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ള പല പല ഇൻസെക്ട്സ്, പല ടൈപ്സ് ഓഫ് സ്പൈഡേഴ്സ്, ഹണി ബീ, ബട്ടർഫ്ലൈസ് തന്നെ പല വിധത്തിലുള്ള സംഭവങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് നമുക്ക് കുറേ നേരം അവിടെ നടക്കാൻ പറ്റും. അതിനുശേഷം അവിടെ കുഞ്ഞുങ്ങൾക്കായിട്ട് കളിക്കാൻ, അതായത് ജസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ കളറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോൻ അവിടെ ഇരുന്ന്, തേജു അവിടെ ഇരുന്ന് കുറച്ച് നേരം കളറൊക്കെ ചെയ്തായിരുന്നു. പുള്ളിക്കാരന് കളറൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഇതായിട്ടില്ല, പക്ഷെ കുറച്ച് നേരം ക്രയോൺസും സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് യൂസ് ചെയ്യണം എന്നൊരു ഇത് വന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കളറിങ് ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ പാർക്കിലോട്ടുള്ള എൻട്രൻസ്. അതായത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് മാത്രം നമുക്ക് കറങ്ങി കാണാനുള്ള ഒരു സംഭവമേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ ഒരുപാട് നേരം അവിടെ ഇരുന്ന് പോകും. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നമുക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നും. പ്രത്യേകിച്ച് ഇപ്പം കേരളൈറ്റ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ അതേ ഒരു പറമ്പിലോട്ടൊക്കെ ഇറങ്ങുന്ന ഒരു ഫീലാണ് അവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് ചെടികൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് തെച്ചിപ്പൂവ്, ചെമ്പരത്തി, പിച്ചി, ഇതൊക്കെ പടർത്തി വിട്ടിട്ടുണ്ട് അവിടെ. പോരാത്തതിന് വാഴ വരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞങ്ങളവിടെ കുറേ നേരം നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ തിങ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈസ് തന്നെയാണ്. അതിങ്ങനെ നടക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ഫെയറി ലാൻഡിലൊക്കെ എത്തിയ ഒരു ഫീലാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഈ ബട്ടർഫ്ലൈസിന് വേണ്ടിയിട്ട് അവരവിടെ ഒരു പ്ലേറ്റ്സിൽ, അതായത് പല പല സ്ഥലങ്ങളിലായിട്ട് പ്ലേറ്റ്സിൽ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. ലൈക്ക് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. ഓറഞ്ച്, ബനാന, ആപ്പിൾ, അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ അവരവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ വന്ന് ബട്ടർഫ്ലൈസ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്ന ഒരു പോണ്ടുണ്ട്. അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോണ്ടാണ്, ലൈക്ക് എ വാട്ടർഫോൾ. ആൻഡ് അതിൽ കുറേ മീനൊക്കെ ഉണ്ട്, ഫിഷ് ഉണ്ട്, ലൈക്ക് റെഡ് കളർ ഫിഷ് ഉണ്ട്, ഐ തിങ്ക് ആമ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതിനകത്ത് ഉണ്ട് തോന്നുന്നു. ഞങ്ങളൊന്നും അതിനെ കണ്ടില്ല. അതുപോലുള്ള സംഭവങ്ങളും അതിനകത്ത് ഉള്ളതായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നടന്ന് കുറേ നേരം അവിടെ ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ആദ്യം കണ്ട പോലെ കുറേ ഡിസ്പ്ലേസ് മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, നമുക്ക് ഇതുപോലുള്ള ഇൻസെക്ട്സിനെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഓരോന്നിനെ ആയിരിക്കും, ഓരോ ടൈമിൽ ഓരോന്നിനെ ആയിരിക്കും തരുന്നത്. നമുക്കതിനെ ടച്ച് ചെയ്യാം, എടുക്കാം. അവിടെ ഇൻസ്ട്രക്ടേഴ്സ്, ലൈക്ക് ഇതിൻ്റെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് അവരത് നമ്മുടെ കയ്യിലേക്ക് തരും. പിന്നെ നിങ്ങളിപ്പോൾ കിച്ച്നറിലോ കേംബ്രിഡ്ജിലോ വാട്ടർലൂലോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കാനഡയിൽ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പ്രത്യേകിച്ച് കേരളക്കാർക്കാണെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു വൈബൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോലും നമുക്ക് വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒരു നല്ലൊരു സ്പേസാണ്. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം $20 ആണ് അഡൽട്ട്സിന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. പിന്നെ തേജുവിന് 3 വയസ്സിന് താഴെ ആയതുകൊണ്ട് അവന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല.
അപ്പോൾ എന്തായാലും കിച്ചണർ കേംബ്രിഡ്ജ് ഭാഗത്തേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പ്ലേസ് റെക്കമെൻഡ് ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലും ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എവ്രിവൺ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ, സീ യു.